സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര് പറയുന്നു, ഇന്നൽ അബ്ദ സയുആലിജു ഖുർബൽ മൗതി വസകറാത്തിൽ മൗതി. ആ മരണത്തിന്റെ വേദനയും സക്കറാത്തിന്റെ അവസ്ഥയും അവന് നേരിട്ട് പോകുമ്പോൾ ഫഇന്ന മഫാസിലഹു ലതുസല്ലിമു ബഅ്ദുഹാ അലാ ബഅദ്. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒരവയവം മറ്റേ അവയവത്തിനോട് സലാം പറയുമത്രേ. നിന്റെ വലത്തെ കാലിന്റെ റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോ ആ വലത്തെ കാല് ഇടത്തെ കാലിനോട് സലാം പറഞ്ഞുകൊണ്ട് തുഫാരിക്കുനീ ഉഫാരിക്കുക ഇലാ യൗമിൽ ഖിയാമ. തുഫാരിക്കുനീ ഉഫാരിക്കുക ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ പിരിയാൻ പോവുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ബന്ധമില്ല. വലത്തെ കാലിന്റെ റൂഹൂരി എടുക്കുമ്പോ വലത്തെ കാല് ഇടത്തെ കാലിനോട് പറയുകയാണ്. വലത്തെ കൈയിന്റെ റൂഹൂരി എടുക്കുമ്പോ വലത്തെ കൈ ഇടത്തെ കൈയോട് പറയുകയാണ്. അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ മറ്റേ അവയവങ്ങളോട് സലാം പറയുന്നത്. ആ കിടക്കുന്ന ആ മനുഷ്യൻ റൂഹ് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനിങ്ങനെ കാണുമെന്നാണ്. അല്ലാഹുവേ, ആ സമയത്ത് നമുക്ക് കലിമ പറയാറുള്ള മഹാഭാഗ്യം തരണം റബ്ബേ. ഈ വിശാലമായ മജ്‌ലിസിന്റെ അകത്ത് ഒരുമിച്ച് കൂടിയ നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവരാക്കല്ല അല്ലാഹ്. മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും കുടുംബമാണെങ്കിലും അവരെയൊക്കെ വെടിഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകേണ്ടുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹ് സമയത്ത് കലിമത്ത് പറയുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. കൈയോട് സലാം പറയുമ്പോ കാലിനോട് സലാം പറയുമ്പോ കാതിനോട് സലാം പറയുമ്പോ കണ്ണിനോട് സലാം പറയുമ്പോ തുഫാരിക്കുനീ ഉഫാരിക്കുക. നീ എന്നെ വിട്ടുപിരിയുകയാ, ഞാൻ നിന്നെ വിട്ടുപിരിയുകയാ, നമ്മൾ പിരിയുകയാ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നമുക്ക് വിചാരണയുടെ വേളയിൽ കണ്ടുകിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പകർന്നുകൊണ്ട് കിടക്കുന്ന മനുഷ്യ ചിന്തിക്കുമോ? ഈ മഹനീയ വേദിക്കകത്ത് ഇറങ്ങിരുന്നുകൊണ്ട് ഒരൽപ്പം പരിവർത്തനത്തിന് വേണ്ടി ദാഹിക്കുമോ ചെറുപ്പക്കാരാ? കല്ലിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ, മണ്ണിന്റെ പിന്നാലെ ആദർശം പണയപ്പെടുത്തിയിട്ട് പേപിടിച്ചവരെ പോലെ പരക്കം പായുന്ന ഈ സമുദായത്തിന്റെ വ്യഗ്രത നമുക്ക് അവസാനിപ്പിച്ചുകൂടെ? എന്നിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പറന്നിറങ്ങാം. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം തരട്ടെ. നിന്റെ ആത്മാവിനെ പിടിക്കുകയാ, പാദവിരലിന്റെ അഗ്രം മുതൽ ശരീരത്തിന്റെ ഓരോ നരമ്പുകളുടെ വേദന കൊണ്ട് പുളയുന്ന രംഗത്ത് വലിച്ചുകൊണ്ടുവരികയാ. ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, നിന്റെ ശരീരത്തിന്റെ ഭാഗത്തൊന്ന് ബ്രൈഡ് കൊണ്ട് വരച്ചാൽ, നിന്റെ വിരലിന്റെ അഗ്രത്തെ കൊണ്ട് വിരൽ കൊണ്ട് വെണ്ണം ബ്രൈഡ് കൊണ്ടെന്ന് വരച്ചാൽ ഒരു ഭാഗത്തൊരു ചെറിയ മുറിവ് പറ്റിയാ ആ മുറിവ് നിന്റെ ശരീരം മുഴുവനും അനുഭവിക്കുന്നില്ലേ? നിന്റെ വിരലൊന്ന് മുറിഞ്ഞു പോയാ, നിന്റെ കാലൊന്ന് മുറിഞ്ഞു പോയാ, നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറിയൊരു മുറിവേറ്റ് പോയാ ആ വേദന മുഴുവനും ശരീരം അനുഭവിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിലോ പണ്ഡിതന്മാര് പറയുകയാണ്, ജീവനോടെ ഒരാളിനെ കൊണ്ടുവന്ന് തെളിയൊരിക്കുന്ന വേദനയാ മരണത്തിന്. അല്ലാഹുവേ, നിങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ. ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല തമ്പുരാനേ, ഒന്നുമില്ല അല്ലാഹ്. കുറെ തമാശകളും പൊട്ടിച്ചിരിക്കലുമായി അല്ലാഹു തന്ന ആയുസിന്റെ പരമാവധി ജീവിച്ചു തീർത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഡിസംബർ 31 കടന്നു വരുന്ന പോലെ ഈ സദസ്സിൽ നിന്നുകൊണ്ട് തീരുമാനിക്കണ, നിന്റെ ആഘോഷം മുഴുവനും അല്ലാഹുവിന്റെ പള്ളിക്കകത്താ, നിന്റെ ആഘോഷം മുഴുവനും ഖുർആനിന്റെ മുമ്പിലാ, നിന്റെ ആഘോഷം മുഴുവനും മുസല്ലിയുടെ മുമ്പിലാ. കൂട്ടുകാരന്റെ കൂടെ കുപ്പിയെടുത്തുകൊണ്ട് ബീച്ചിൽ പോയിട്ട് ആഘോഷിക്കാനും ആടാനും പാടാനും പ്രിയപ്പെട്ട ഗായികമാര് തലകുലുക്കിയിട്ട് മാറുകുലുക്കിയിട്ട് പണ്ടകുലുക്കിയിട്ട് പാട്ടുപാടുന്നു. ആ പെണ്ണിന്റെ കൂടെ കണ്ണുകുടിച്ചുകൊണ്ട് കൂത്തോട്ടം നടത്തോ ഈ സമുദായത്തിന്റെ മക്കളെ കിട്ടൂലെന്ന് ഇന്ന് എന്റെ പാണ്ടിക്കാടിന്റെ പരിസരത്തൊരുമിച്ചു കൂടിയ, തമ്പാനങ്ങാടിയിൽ പഠിച്ചുകൂടിയ 10,000 സങ്കടത്തോടുകൂടി പറയുകയാ, നമുക്ക് ആദർശത്തെ കാത്തു സൂക്ഷിക്കണം ചെറുപ്പക്കാരാ. കണ്ടവന് ചവിട്ടിത്തേക്കോ. ഇവിടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർക്ക് ജീവനിൽ ആരോഗ്യമില്ലെന്ന് തെളിയിച്ചു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട
ബാക്കിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോ പെങ്ങളെ. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയ ഒരു മുറിവേറ്റാൽ ആ മുറിവ് മുഴുവൻ ശരീരത്തിന്റെ ഭാഗത്തെയും ബാധിക്കുന്ന പോലെ ജീവനോടെ ഒരു ആടിന്റെ തൊലി കുരിയുമ്പോൾ എന്തുമാത്രം വേദന അത് അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം വേദന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിനുണ്ട് അത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലൗ അന്ന ഖത്രത്തൻ മിൻ അലമിൽ മൗതി ഉദിയത് അലാ ജിബാലിദ് ദുനിയാ. മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരു തുള്ളി ആ ഒരു തുള്ളി എടുത്ത് ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് വെച്ചാൽ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മുഴുവനായി വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് 40 ആ പർവ്വതം വരെ ഒലിച്ചു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരംശം, ഒരു തുള്ളി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലൗ അന്ന ഖത്രത്തൻ മിൻ അലമിൽ മൗതി. മരണവേദനയിൽ നിന്ന് ഒരു തുള്ളി. എത്ര ഗൗരവമുള്ള വാക്കാണ്. ഒരു തുള്ളി മരണവേദനയിൽ നിന്ന് ഒരു തുള്ളി പർവ്വതത്തിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ പർവ്വതം പോലും ഒലിച്ചു പോകുന്നതാണത്രേ. ആ വേദന എങ്ങനെ അനുഭവിക്കും ഉമ്മ? കേൾക്കുമ്പോ സീരിയലിന്റെ മുമ്പിലിരുന്ന് കള്ളക്കണ്ണീരൊടുക്കിയാ പറ്റോ? നിന്റെ വീട്ടിന്റെ അകത്ത് ഖുർആൻ നീ അടുക്കി വെച്ചിട്ടില്ലേ പെണ്ണെ? എടുത്തു നോക്കിയിട്ട് എത്ര നാളായി പെങ്ങളെ, എത്ര നാളായി? എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, അവസാന വാക്കയുടെ നൂറുകണക്കാര പ്രഭാഷണ വേദിയിൽ വന്നില്ലേ? ഇന്നലെ ഒരു സഹോദരൻ കത്തെഴുതുന്ന ഉസ്താദിന്റെ 411ാമത്തെ വേദിയിലാണ് എന്റെ നാട് വന്നത്. അല്ലാഹുവേ, ആ പൊന്നുപോലെ ദീർഘായുസ് കൊടുക്കണേ അമ്മോ, ആഫിയത്ത് കൊടുക്കണേ അമ്മോ. ഇതുവരെ ലക്ഷക്കണക്കാണ് സ്വലാഫുകൾ എത്തിയിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് ചെറുപ്പക്കാരെ ചിന്തിച്ചു നോക്കുക. ലോറിയിലും കാറിലും ബസ്സിലും ടൂ വീലറിലുമായി കാൽനടയായി എത്ര മജ്‌ലിസിലാണ് ഞാനും നിങ്ങളും പങ്കെടുത്തു പോയത്. എന്നിട്ടെന്തേ അവസാന സമയത്തിന്റെ ആനന്ദത്തിന് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി ഒരു മുതൽക്കൂട്ടെന്തേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നീ ഒരുക്കി വെക്കാത്തത്? ഈ സരസിൽ നിന്ന് അതിനുവേണ്ടിയുള്ള ശ്രമം നമുക്ക് നടത്താം. മരണവേദനയുടെ ഒരു തുള്ളി, ഒരു തുള്ളി പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തെടുത്തു വെച്ചാൽ ആ പർവ്വതം മുഴുവനും ആ വേദനയുടെ കാഠിന്യം കൊണ്ട് ഒലിച്ചു പോകുമത്രേ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളോട് വിളിച്ചു പറയും, ഇദ്ഹബ് ഇലാ ഫുലാൻ. ആ മനുഷ്യന്റെ അരികിലേക്ക് നീ ചെല്ലുക. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, നീ ആ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകളോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, നിനക്ക് കൂട്ടിന് വേണ്ടി കുറച്ച് കൂട്ടാളികളെ കൂടി ഞാൻ തരികയാണ്. അല്ലാഹു പറയുമത്രവ മഅഹു 500 മിനൽ മലായിക. മലക്കുകളിൽ നിന്ന് 500 മലക്കുകളെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അല്ലാഹു പറഞ്ഞു വിടുന്നതാ. വമഅഹു 500 മിനൽ മലായിക. മലക്കുകളിൽ നിന്ന് 500 മലക്കുകളെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുമത്രേ. അല്ലാഹു പറയും, വേഗം പോയി കൊണ്ടുവരണം, അവന്റെ അമലുകൾ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ലതാണെങ്കിൽ നന്മയുടെ പൂങ്കാവനം തുറന്നു കൊടുക്കട്ടെ, തെറ്റാണെങ്കിൽ ധിക്കാരിയായി ജീവിച്ചവനാണെങ്കിൽ അത് മുഴുവനും അവൻ അല്ലെങ്കിൽ അവൾ അനുഭവിക്കട്ടെ. എന്നിട്ട് ആ 500 മലക്കുകളും അസ്റായീലും നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും മരിക്കാൻ പോകുമ്പോ. എന്നിട്ട് വതഖൂമുൽ മലായികത്തു സ്വഫൈൻ, 2 വരിയായിട്ട് മലക്കുകൾ നിൽക്കുമത്രേ. വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു തരികയാണ്. 2 വരിയായിട്ട് മലക്കുകൾ നിൽക്കുമത്രേ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പറയുകയാണ്. ആ
ആത്മാവ് വലിച്ചൂരുകയാണ്. ഉമ്മായുടെ ഉദരത്തിനകത്ത് 4ാമത്തെ മാസം അല്ലാഹു നമുക്ക് സമ്മാനിച്ച ആത്മാവില്ലേ? ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോ സമ്മതം മൂളിയ ഖാലൂ ബലാ, അതേ എന്ന് പറഞ്ഞ ആത്മാവില്ലേ? ഇന്ന് മനോഹരമായ തമ്പാനങ്ങാടിയുടെ വിശാലമായ ഗ്രൗണ്ടിനകത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ എന്നെ കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ടിരുത്താനും വേണ്ടി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ആത്മാവില്ലേ? സുബ്ഹാനല്ലാഹ്, ആ ആത്മാവ് നമ്മളോട് കൊണ്ടുപോവുകയാണ്. പാദവിരൽ മുതൽ മുട്ടുവരെ പിടിക്കാൻ കുറച്ച് വലക്കുകളാ, മുട്ടുമുതൽ തുടയിൽ വരെ പിടിക്കാൻ എടുത്ത വലക്കുകളാ. ഒരു ഭാഗത്ത് 250 മലക്ക്, അടുത്ത ഭാഗത്ത് 250 മലക്ക്. രണ്ട് വരിയായിട്ട് മലക്ക് വളർന്ന് നിൽക്കുകയാണ്. തമ്പാനങ്ങാടിയുടെ ചെറ്റക്കൂരയുടെ അകത്തളത്ത് പിന്നെ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ രംഗമാ പറയുന്നത്. മോളെ ഭയപ്പെട്ടേ പറ്റൂ, ഭയപ്പെട്ടേ പറ്റൂ. നീ വിചാരിക്കുന്ന പോലെ നിസാരമല്ല, നീ ചിന്തിക്കുന്ന പോലെ കാര്യം ചെറുതല്ല. നിന്റെ ഭൗതികമായ ലോകത്തിന്റെ ആഡംബരം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ വെട്ടിമുറിച്ച് കിടന്ന സമുദായമേ, പൊട്ടിക്കരഞ്ഞോ പൊട്ടിക്കരഞ്ഞോ പൊട്ടിക്കരഞ്ഞോ. രണ്ട് സപ്പുകളായി, 2 വരികളായി 500 മലക്കുകൾ അങ്ങനെ നിരന്നു നിൽക്കുകയാ. എന്നിട്ട് നിന്റെ ഒരു ഭാഗത്ത് 250 മലക്കുകൾ റൂഹ് പിടിക്കുകയാ. നീ ലിപ്റ്റിക്ക് തേച്ച് ചുവപ്പിച്ചു വെച്ച ചുണ്ടില്ലേ? പാഞ്ചക്കാടൂടെ നടന്നു പോകുന്ന കാമുകനെ കണ്ണ് കാണിച്ച കണ്ണില്ലേ? നിന്റെ ഭർത്താവിന് അവകാശപ്പെട്ട പരിശുദ്ധമായ മുഖമില്ലേ? സൗന്ദര്യമുള്ള മുഖം നിന്റെ കാമുകന് മുത്തം കൊടുക്കാൻ വേണ്ടി കാത്തുവെച്ച മുഖമില്ലേ? പിന്നെ അല്ലാഹു പടച്ചതമ്പുരാനെന്ന് കാത്തുരക്ഷിക്കട്ടെ. 250 മലക്കുകള് ഒരു ഭാഗത്ത് നിന്ന് റൂഹിനെ വലിച്ചൂരിയെടുക്കുകയാ, മറുഭാഗത്ത് നിന്ന് 250 മലക്കുകളെ വലിച്ചൂരിയെടുക്കുകയാ. അവസാനം ഇതോ നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ പിടിക്കുന്ന രംഗമെത്തുന്നു. അവിടെയാണ് വരുന്നത് തീപാറുന്ന കണ്ണുകളുമായി, തീപാറുന്ന കണ്ണുകളുമായി. പണ്ഡിതന്മാര് പറയുന്നു, അസ്രായിലിന്റെ തലയില്ലേ ആകാശത്തിലാണ്, ആകാശത്തിലാണ്. അസ്രായിലിന്റെ തല നമുക്ക് തോന്നുന്നത് ആകാശത്തിലാ. അസ്രായിലിന്റെ കാലുകൾ നമുക്ക് തോന്നുന്നത് ഭൂമിക്കടിയില്. ഭൂമിക്കടിയിലെ പടുകൂട്ടം തീ കുണ്ടാരത്തിന്റെ മുകളിൽ 2 കാല് വെച്ചിരിക്കുന്നത് പോലെ തോന്നിപ്പോവുകയാ. ആർക്കാണെന്ന് തോന്നുന്നതെന്നറിയോ? കള്ളു കുടിക്കൂലാണ് തീരുമാനിക്ക് ചെറുപ്പക്കാരാ. ഇത് കള്ളന്റെ കൈകൊണ്ട് തൊഴില്ല. ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞത് എനിക്കെന്തിനാ? അല്ലാഹുവിന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞത് എനിക്കെന്തിനാ? ഹബീബ് ഹറാമെന്ന് പറഞ്ഞത് എനിക്കെന്തിനാ? വ്യഭിചാരം ഹറാമാണെങ്കിൽ പിന്നെ എനിക്കെന്ത് സുഖമാ? അതുപോലെ സർവമോശഫലങ്ങൾ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അസ്രാറിന്റെ സന്തോഷമുള്ള റൂഹുപിടുത്തത്തിന് കിടന്നു കൊടുക്കുന്നതിന് പകരം എന്റെ ചെറുപ്പക്കാരോ, എത്ര പ്രസംഗം കേട്ടാലും, എത്ര നസീഹത്ത് കേട്ടാലും, എത്ര ആദർശ സ്നേഹം വിളമ്പിത്തന്നാൽ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വലിച്ചെറിഞ്ഞിട്ട് പിശാചിന്റെ പിന്നാലെ പോകുന്ന ആ ഒരവസ്ഥയ്ക്ക് അല്ലാഹു കൊടുക്കുകയാ. അസ്രായിലിന്റെ തലയില്ലേ അസ്രായിലിന്റെ തല ആകാശ ലോകത്താണത്രേ. അസ്രായിലിന്റെ കാലുകൾ ഭൂമിക്കടിയിൽ വലിയ തീക്കുണ്ടാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ വരുന്ന പോലെ തോന്നിയിട്ട് ഭയന്ന് ഭയന്ന് പിടികിടാ മനുഷ്യൻ ഇങ്ങനെ വിറച്ചു പോവുകയാണ്. നിർത്തുന്നില്ല, തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ നല്ല മനുഷ്യനാണെങ്കിലോ ഈ 500 മലക്കുകളും റൂഹ് പിടിക്കുമ്പോൾ ഇവനോട് പറയും, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട, സങ്കടപ്പെടണ്ട. കളമ്പാടി ഉസ്താദ് പോയല്ലോ, മഹാനായ വല്ലൊരു ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ പാപപ്പെട്ട എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ബാക്കിമാർക്ക് ഹദീസിന്റെ കിതാബ് പറഞ്ഞു കൊടുത്ത കമാലത്തീനത്തിലത്ത് പോയല്ലോ. തെക്കൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരനാളെ പണ്ഡിതൻ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്ന യൂസുഫ് ഉസ്താദ് പോയല്ലോ. വിനയത്തോടെ ഇന്നും മണ്ണിന്റെ ഉള്ളറയിൽ കൊട്ടാരം പടന്ന് കിടക്കുന്ന തലവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവറല്ലാഹു ബർക്കത്തുകൾ പോയല്ലോ. അവരൊക്കെ 500 മലക്കുകളുടെ സാന്ത്വനവാക്ക് കേട്ടുകൊണ്ടായിരിക്കാൻ പോയത്. അല്ലാഹുവേ, നമുക്കെങ്ങനെ പോകാനുള്ള ഭാഗ്യം തരണേ. തീരുമാനിക്കുമോനെ,
അങ്ങനെ മരിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മരണം നമുക്ക് വേണ്ടതോ? അങ്ങനെ മരിക്കാറില്ലെങ്കിൽ ഈ പാതിരാത്രികളെ ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ല പോലും. അങ്ങനെ മരിച്ചാ മതി, അങ്ങനെ മരിച്ചാ മതി. 500 മലക്കുകളും റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മോട് പറയണം കേട്ടോ, വിഷമിക്കണ്ട, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുകയാ എന്ന് 500 മലക്കുകളും നമ്മോട് പറഞ്ഞ് ആശ്വാസവാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് മരിക്കണം. ആളൊരുപാടുള്ളത് കൊണ്ട് ബക്കറ്റ് കളക്ഷൻ ഇപ്പോഴും നടത്താണ്. കാരണം വേറെ വലിയ കാശുകൾ നമുക്ക് നടത്താനുള്ള നേരമില്ല. ആരും അതിൽ സങ്കടപ്പെടരുത്. ഈ 500 മലക്കുകളുടെ തലോടലും സാന്ത്വന വാക്കുകളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. മരണവേദനയുടെ ഒരു തുള്ളി ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ ആ പർവ്വതം മുഴുവനും ഒഴുകിപ്പോകുന്ന തരത്തിലൊരു ശക്തി ആ തുള്ളിക്കുണ്ട് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി. ആ ഒരു രംഗത്തിൽ 500 മലക്കുകളുടെ സാന്ത്വനം കിട്ടാൻ 500 മലക്കുകൾ വന്നിട്ട് പറയും, അസ്രായീൽ ഇപ്പൊ വരും, ഞങ്ങൾ നിന്റെ റൂഹ് പിടിക്കാൻ, വേദനിക്കണ്ട, ചെറിയ നൊമ്പരേ ഉണ്ടാവുള്ളൂ, ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ നിനക്ക് അവിടെ സുഖലോഭ സ്വർഗം നിനക്ക് അല്ലാഹു തരും. അവിടെ ഈ റൂഹ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ശൈത്താന്റെ ഒരു ചർച്ചയുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ റഹ്മാനായ പടച്ചവനെ, ഈ വിശാലമായ മജ്ലിസിന്റെ ദുആയിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടല്ലോ. ഇത്രയും ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോ ഒരാളുടെയെങ്കിലും ആമീൻ നീ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റബ്ബേ. അല്ലാഹുവേ, നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ലതാ. പടച്ചവരെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ 500 മാലാഖമാർ ഇറങ്ങി വരുമ്പോ കരുണക്കടലായ അല്ലാഹ് ആ സമയത്ത് മാലാഖമാരുടെ തടലും തലോടലും ഞങ്ങൾക്ക് തരണമല്ല. പടച്ചവരെ, അവരുടെ കത്തിക്കാളുന്ന കണ്ണുകൾ ഞങ്ങൾക്ക് കാണുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ദാറുൽ ഹുദാ എന്ന വലിയ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെ കീഴിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി പ്രദേശത്ത് തീരുമാനിച്ചിരിക്കുന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി 100, 500, 1000, 10000 ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവർക്കല്ല ആ സമയത്ത് ഭയാനകരമായ രംഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷ കൊടുക്കണേ അല്ലാഹ്. വേഗമുണ്ടോ? വേഗമാവട്ടെ, കൊണ്ടുപോവാ. ഒരു ബക്കറ്റ് കൊണ്ടുപോവാ, ബാക്കി എല്ലാ ബക്കറ്റും വേഗം എല്ലാവരുടെ മുന്നിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്ന മുഴുവൻ പേർക്കും സ്വർഗീയ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് മരിക്കുന്നതിനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു അടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയം വിശാലമാണ്. ഇന്നലെ വളരെ കുറഞ്ഞു പോയതുകൊണ്ട് ഒരല്പം പോലും ബാക്കി വെക്കാതെ, ഒരല്പസമയവും പാഴാക്കാതെ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ബക്കറ്റ് കളക്ഷൻ അതിനൊരു തടസ്സമാകരുത് എന്ന് സംഘാടകരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു സ്ഥാപനം കെട്ടാൻ പറ്റില്ല, ഞാൻ പോകും. അത് വളരെ ഗൗരവത്തോടുകൂടി സംഘാടകരെ ശ്രദ്ധിക്കണം. വിഷയത്തെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തണം. ഇത്രയും ആൾക്കാർ വന്നത് വിഷയം ശ്രമിക്കാനാണ് എന്ന് ഞാൻ വീണ്ടും സംഘാടകരെ ഓർമ്മപ്പെടുത്തുന്നു. അത് നിങ്ങൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരും. ഇല്ലെങ്കിൽ ഒരു സഹായം അവർ ചെയ്യില്ല. നിങ്ങൾ അവർക്കുള്ള സർവ്വ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ആ സ്ഥാപനം ഇവിടെ വേണമെന്ന് അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുകയും ഈ പരിപാടിയിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ അറിവ് കിട്ടിയല്ല, അതുകൊണ്ട് ഒരു 1000 രൂപ കൊടുക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്ന് എഴുതിയിട്ട് അവർ സുലക്ക ചെയ്യുന്നത് അപ്പോഴാണ്. ഞാൻ ചോദിക്കാതെ തന്നെ ധാരാളം സഹോദരിമാരെ സ്വർണം കൊടുത്തു, അൽഹംദുലില്ലാ. ഒത്തിരി സഹോദരിമാരെ സ്വർണം കൊടുത്തു. സന്തോഷം, സമാധാനം. അല്ലാഹു അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരി പറഞ്ഞത്, എന്റെ കുടുംബത്തിൽ ഒരു കത്ത് അതിന്റെ അടിയിൽ എഴുതിയത് ഉസ്താദിന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് പൊരുത്തമില്ല എന്ന അടിയിൽ എഴുതിയിരിക്കുന്നു. സംഘാടകർ വേഗം കൊണ്ടുതന്നു. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അതിന്റെ കത്ത് എഴുതിയിരിക്കുന്നു, എന്റെ കുടുംബത്തിൽ 11 എന്റെ കുടുംബത്തിൽ 11 മക്കളുണ്ട്. ആ 11 പേർക്കും അല്ലാഹു സന്താന സൗഭാഗ്യം കൊടുത്തു. എനിക്ക് മാത്രം അല്ലാഹു മക്കളെ തന്നില്ല ഉസ്താദെ. സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഈ വലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യാൻ എന്റെ കയ്യിൽ ഉള്ള ഒരു സ്വതക്ക ഞാൻ വെച്ചിട്ടുണ്ട്. ഉസ്താദ് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് കണ്ണുനീരോടെ ഒരു പ്രിയപ്പെട്ട സഹോദരി. അങ്ങനെ എത്ര കത്തുകൾ, 6666 ഉൾപ്പെടെ എത്ര വസിയത്തുകൾ, എത്ര സ്വതക്കകൾ, എത്ര സ്വർണ്ണങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു 5 മിനിറ്റ് സ്ത്രീകളോട് ഞാൻ സ്വർണം ചോദിക്കും, നിങ്ങളോട് സ്വതക്കയും ചോദിക്കും. കാരണം ഇന്നലെ നമുക്ക്
ഇന്നലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനും ചെയ്യാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് വിഷയത്തിന്റെ ഗൗരവം നഷ്ടപ്പെടാതെ ഞാൻ കടന്നു വരുന്നു. ബക്കറ്റ് കളക്ഷൻ അതിനെ ബാധിക്കാതെ വേഗം സംഘാടകർ ചെയ്തു തീർക്കണം. എല്ലാവരും കാര്യമായ ശ്രദ്ധ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഈമാന്റെ പ്രകാശമുള്ള മുഖത്തോടെ മരണപ്പെട്ടു പോയവരാ. എത്രയോ നല്ല രീതിയിൽ മരണപ്പെട്ടു പോയ സഹോദരങ്ങളെ നമുക്കറിയാം. വടക്കാഞ്ചേരിക്കടുത്ത് വരവൂരിൽ ഇന്നും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഹസൻ ഹാജി എന്നറിയുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട ആത്മീയതയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു ആത്മീയ ആചാര്യനാണ്. മരിക്കുന്ന സമയം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് കൈയെടുത്ത് കാണിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു. മരണസമയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ ഒരു നാടകം കളിക്കാൻ പറ്റുന്ന സ്റ്റേജ് അല്ല, അവിടെ അതിന് കഴിയില്ല. അപ്പോ അത് മനസ്സുകൊണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് ഹബീബിനെ കണ്ട് ആ സന്തോഷ മുഖത്ത് നിറഞ്ഞിട്ട് മരണപ്പെട്ടവരാണ്. നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം കിട്ടോ സഹോദരങ്ങളെ? ഒരു സലാത്ത് എല്ലാം പറയുമ്പോ എത്ര പ്രാവശ്യം പറയണം? ആവേശത്തോടെ ചെല്ലു പറയുമ്പോഴല്ലേ ചെല്ലുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു ആവേശം വരലുണ്ടോ? അതിങ്ങനെ വരണം, അത് രക്തത്തിൽ അലിഞ്ഞു ചേരണം. എവിടെ വെച്ച് ഞങ്ങൾ ഹബീബിന്റെ പേര് കേട്ടാലും എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ചൊല്ലാതിരിക്കാൻ പറ്റൂല. ആ ഒരു ആവേശം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടാൽ ഇനിയും നമുക്ക് പരാജയമേ വരൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മനസ്സങ്ങോട്ട് നിറഞ്ഞിട്ട് എന്റെ ഹബീബാണെന്ന് പറഞ്ഞ് തിളയ്ക്കുന്ന രക്തത്തോട് ഒരു സലാത്ത്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ സൗന്ദര്യമേ നബി മുഹമ്മദ് മുസ്തഫ. കൊതിയുണ്ട് ഹബീബേ, കൊതിയുണ്ട് റസൂലേ. ഈ ലോകത്തിൽ അസ്റായിൽ അലൈഹിസ്സലാം അവസാന സമയം നമ്മുടെ തെന്നക്കുടിയിലൂടെ റൂഹ് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബേ അവിടുത്തെ പൂമുഖം കണ്ട് മരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹുവിനുള്ള മഹാസൗഭാഗ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നല്ലവരുടെ റൂഹ് പിടിക്കുമ്പോ ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് നമ്മളെയൊക്കെ വഴി വെളുപ്പിക്കാൻ, പള്ളിയിൽ പോകുമ്പോ പണി വെക്കാൻ, അതുപോലെ നസീഹത്തിന് പോകുമ്പോ പാര വെക്കാൻ. എന്തിനാ പോകുന്നത്, എവിടെയാ പോകുന്നത്, പാട്ടും തമാശയുമായിട്ട് നടക്കുന്ന സ്ഥലത്ത് എന്തിനാ മോദ് വെക്കാൻ പോവാ? പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു നൗഷാദ് വാക്കുകയുണ്ട്, ഒരു 10-15,000 ചെറുപ്പക്കാരുണ്ട്. എന്ത് മറിപ്പാണ് മറിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം. പലരും പറയാം അല്ലേ? ഒരു മറിപ്പുമില്ല. ആ മനസ്സിലേക്ക് പരിവർത്തനം വേണം. ആരെയും തോൽപ്പിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത് പറയാൻ നടന്നാൽ അത് കേവലം കച്ചവടമായി സഹോദര. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് മാറ്റമുള്ളത് കൊണ്ടാണ് വന്നത്. നിങ്ങൾ പറയുന്ന മാറ്റം ഏതാ? നിങ്ങൾ ഈ പറയുന്ന മാറ്റം ഏതാ? നിങ്ങൾ ഏത് രീതി പ്രസംഗിക്കുമെന്നാ പറയാ? എതിരാളികളോട് ഞാൻ മനസ്സ് തുറന്നു ചോദിക്കുകയാണ്, ഏത് കോലത്തിൽ പ്രസംഗിക്കാനാണ് നിങ്ങൾ പറയാം? ഇതല്ലാതെ ഈ സമുദായത്തിന് പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കാനാ ഞാൻ? എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലേക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമല്ലാതെ പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കണം? എന്ത് പറഞ്ഞു കൊടുക്കണം? അല്ലാഹു നമുക്ക് പരിവർത്തനം തരട്ടെ. അല്ലാഹു നമുക്ക് പരിവർത്തനം തരട്ടെ. അങ്ങനെ നമ്മുടെ കൂടെ അങ്ങനെ നശിപ്പിക്കാനും പാരവെക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ കൂടെ നടന്ന പിശാച് നല്ല ആൾക്കാർ മരിച്ചു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വലയദഹു അലാ റഅസിഹി സുമ്മ സറഹാ, തലയിലേക്ക് കൈവച്ചുകൊണ്ട് അട്ടഹസിക്കുകയാണ്. 500 മലക്കുകൾ താരാട്ടുപാടി, 500 മലക്കുകൾ താലോലം പറഞ്ഞ് ഒരു മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകുമ്പോ ഈ ശൈത്താൻ തലയിൽ കൈവച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. ആ സമയത്ത് അണികളെയൊക്കെ വിളിക്കും, എന്നിട്ട് ചോദിക്കും, അമാ തറൂന, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? മിൻ ഹാദൽ അബ്ദി, ഈ അടിമയുടെ അരികിൽ നിന്ന് നിങ്ങൾ എവിടെയായിരുന്നു? അയിന കുന്തും മിൻ ഹാദാ, അയിന കുന്തും മിൻ ഹാദാ, ഈ അടിമയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എവിടെയായിരുന്നു? ഈ അടിമയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എവിടെയായിരുന്നു? ഇവനെ നശിപ്പിക്കാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വിട്ടു, ഇവനെ നശിപ്പിക്കാൻ എത്ര തവണ ഞാൻ പറഞ്ഞു വിട്ടു, പക്ഷേ നിങ്ങൾ എവിടെയായിരുന്നു? ഖദ് ജഹദിനാ ബിഹി വകാന മൻസൂമാ. അണികൾ പറയും, നേതാവേ ഞങ്ങൾ പോയിരുന്നു. ഖദ് ജഹദിനാ ബിഹി, ആ മനുഷ്യനെ നശിപ്പിക്കാൻ, അവനെ കള്ളുകുടിപ്പിക്കാൻ, അവനെ പെണ്ണുപിടിപ്പിക്കാൻ, അവനെ താത്തോന്നിയായി ചിത്രീകരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെ പോയതാ. പക്ഷേ വകാന മൻസൂമാ, അവൻ തെറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവനായിട്ട് ഞങ്ങൾക്ക് തോന്നിപ്പോയി.
ഒരു മനുഷ്യന്റെ നേർവഴിയിലേക്ക് നടത്താൻ നല്ല നല്ല ഗുരുനാഥന്മാരുടെ നേതൃത്വം ആവശ്യമാണ്. ഗുരുനാഥന്മാരുടെ നേതൃത്വം ആവശ്യമാണ്. ഈ ഗുരുനാഥന്മാരുടെ നേതൃത്വം എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ ഉടനെ അടുത്ത രംഗം വരുന്നു, വാക്കവി കള്ളത്തുരീക്കത്തിന്റെ ആളാണ്. ഏതെങ്കിലും രീതിയിലൊന്ന് ചങ്ങലക്കിടണം, ഏതെങ്കിലും രീതിയിൽ കിട്ടുന്നത് അവിടെ വെച്ച് പിടിക്കണം. തുരീക്കത്തുകൾ, നല്ല തുരീക്കത്തുകളുണ്ട്. പുതിയ ചില രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്ക് വിവരമില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്രി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ മനോഹരമായ അതിർപ്പത്തിലേക്ക്, അടുപ്പത്തിലേക്ക്, അനുകമ്പയിലേക്ക്, ആർദ്രതയിലേക്ക്, സ്നേഹത്തിലേക്ക്, ആത്മീയതയിലേക്ക്, ആ മഅരിഫത്തിന്റെ ചിറക് വെച്ച് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറന്നു പോകാൻ പറ്റുന്ന ജിസ്രിയാ തരീഖത്ത് എതിർക്കാൻ നമുക്ക് പറ്റോ? ഖാദിരിയാ തരീഖത്ത് എതിർക്കാൻ നമുക്ക് പറ്റോ? അതല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങളെ പറ്റിക്കാരന് പച്ചപ്പെട്ട തലയിലേക്ക് ഇട്ടുകൊണ്ട് മൂടി നടക്കുന്നവർ കുറച്ചല്ലായി പറയുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ശിക്ഷണമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ മഹാന്മാരുടെ സഹാരമുണ്ടെങ്കിൽ, അവരുടെ മേൽനോട്ടമുണ്ടെങ്കിൽ പിശാചിന് അരികെ വന്ന് നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതല്ല, ഒരിക്കലും സാധിക്കൂല. ഇബ്ലീസിന്റെ അണികൾ പറയുമത്രേ, നേതാവേ ഞങ്ങളൊരു വലിയ ശ്രമം നടത്തിയതാ, പക്ഷേ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അവൻ ഏതോ ഒരു വലിയ ചങ്ങലക്കെട്ടിൽ വീണുപോയി. തെറ്റ് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. ഒരു തിന്മയിലേക്കും അവന് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ശ്രമമൊക്കെ പാഴായി പോയെന്ന് പറഞ്ഞ് ഇബ്ലീസിന്റെ അണികളും തല കയ്യിൽ വെച്ചുകൊണ്ട് അവർ അട്ടഹസിക്കുകയാണ്, അവർ അന്താളിച്ച് നിലവിളിക്കുകയാണ്. അങ്ങനെ നിലവിളിക്കണം നമ്മുടെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ. അങ്ങനെ നിലവിളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ സഹോദരിമാര്? തീരുമാനിക്കണം. ഇന്ന് മുതൽ ഖുർആൻ ഓതാൻ. ആ വേദന ആർക്കെല്ലാം അല്ലാഹു കൊടുത്തു. അവസാനം റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ മക്കാമണ്ണിലോതി സഖിനാവലിയേ ഏറെയുമ്പം പരന്ന പ്രഭാവനിയേ മക്കാമണ്ണിലോതി സഖിനാവലിയേ ഏറെയുമ്പം പരന്ന പ്രഭാവനിയേ നിങ്ങൾ ജീവന്റെ ജീവനിതാ സ്നേഹപൂങ്കാവി നായകനേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ. അല്ലാഹുവിന്റെ റസൂല് പനി പിടിച്ച് കിടക്കുകയാണ്. ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുന്ന മദീനയുടെ തിരുമുറ്റം കണ്ണുനീര് കൊണ്ട് നിറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയുടെ മണൽപ്പരികളെ കഴുകുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രാന്ത് പിടിച്ചവരെ പോലെ ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരംഭപ്പൂവായ റസൂലന്തേ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് കണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ലതാ, അതുകൊണ്ടൊന്ന് മിസ്വാക്ക് ചെയ്തു തരൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചതാ, അലുയ്യിനു ലക യാ റസൂലല്ലാഹ്, ആറാക്കിനെ ഞാനെന്ന് മൃദുലമാക്കട്ടെ നബിയേ. എന്നിട്ട് ആറാക്ക് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പല്ലിലേക്ക് വായിലേക്ക് വെച്ച് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, പുന്നാര നബി തങ്ങൾ അടുത്തിരിക്കുന്ന പാത്രത്തിലുള്ള വെള്ളമെടുത്തിങ്ങനെ മുഖം തുടക്കാൻ തന്റെ വലത്തെ കൈകൊണ്ട് പാത്രത്തിലേക്ക് വെള്ളമിരിക്കുന്ന പാത്രത്തിലേക്ക് കൊണ്ടുപോവുകയാ. ആ വെള്ളം ഇങ്ങനെ പാത്രത്തിൽ നിന്ന് തൊട്ടിട്ട് ഹബീബിന്റെ കൈ ഇങ്ങനെ എടുത്തുയർത്തുമ്പോ ആ കൈ
ഇങ്ങനെ തളർന്ന് വീണു പോവുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ആ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് ഈ സമുദായത്തിന്റെ നെഞ്ചു കുത്തി തുറന്നു പോകുന്ന വാക്കാണ്. മുളക് പൊടി വാരിയിട്ട് മാരകത്തിലേക്ക് വിതറുന്ന വേദന എന്റെ സഹോദരങ്ങളെ നമുക്ക് വേണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഇന്നലിൽ മൗതില സകറാ, മരണത്തിനൊരു വല്ലാത്ത വേദനയുണ്ട് ആയിഷ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ആരാണീ പറയുന്നത്? ആരാണീ പറയുന്നത്? ആരാണീ പറയുന്നത്? എന്റെ സഹോദരങ്ങളെ, ആരാണീ വിലപിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഏത് സമുദായത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ആ വേദന കൂടി എനിക്ക് തന്നാൽ ഞാൻ ആസ്വദിച്ചു കൊള്ളാമെന്ന് ചിന്തിക്കുക ചെറുപ്പക്കാരാ. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? എന്റെയും നിങ്ങളുടെയും ഭയാനകരമായ രംഗമെന്താ? അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിൽ ഒരു വിശാലമായ സംഭവം വിശദീകരിച്ചു കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ഭംഗിയുള്ള ഭയം മനസ്സിന്റെ കത്ത് ഈ നാളം പോലെ പടർന്നു പിടിച്ചു പോകുന്ന ഒരു ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞ, സഹാബത്തെ, ബനി ഇസ്രായേലിലുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബനി ഇസ്രായേലിലുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. ബനി ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ചെന്നിട്ട് ആ പ്രവാചകൻ ആ സമുദായത്തിനും മരണവേദനയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മരണത്തിന്റെ ഭയാനകരമായ രംഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് സ്വീകരിച്ചില്ല. ബനി ഇസ്രായേൽ എങ്ങനെയാണത് സ്വീകരിക്കുക? അവരുടെ സ്വഭാവം എന്തായിരുന്നു? പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവരാണ് പലരും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പശുവിന്റെ വിഷയം ഖുർആൻ വിശദീകരിച്ചു തരുന്നുണ്ട്. അതിന് അറുക്കാൻ പറഞ്ഞപ്പോൾ ചുവപ്പാണോ മഞ്ഞയാണോ, എത്ര വയസ്സുണ്ടാകണം, അങ്ങനെ കുത്തി ചോദിച്ച് ബനി ഇസ്രായേലിനെ സംബന്ധിച്ചൊക്കെ ആ ഒരു മർക്കട മുസ്തിയുടെ സ്വഭാവം ചരിത്രത്തിലൂടെ നീളം നമുക്ക് കാണാം. ഇവർ ഈ പ്രവാചകരോട് പറഞ്ഞു, നിങ്ങളങ്ങനെ മരണവേദന അങ്ങനെ പിടിക്കും, ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വേദനിപ്പിക്കും, ഇങ്ങനെ നൊമ്പരപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ആ ഭയം കടന്നു വരില്ല. ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ മരണവേദന ഞങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമാക്കി തരണമെന്ന് പ്രവാചകരോട് പറഞ്ഞപ്പോൾ ബനി ഇസ്രായേൽപ്പെട്ട പ്രവാചകർ പറഞ്ഞു, എന്നാ നിങ്ങളെ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാം. എന്റെ പ്രിയമുള്ളവരെ, അമ്പാനങ്ങാടിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പാണ്ടിക്കാട് കിടന്ന പ്രാവശ്യം ഞാൻ പ്രഭാഷണം നടത്തിയപ്പോ ആ സരസ് നിറച്ചതിന്റെ ഇരട്ടിക്കിരട്ടിയായി ഇരച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം അമ്മ, മുസ്ലിം ചെറുപ്പക്കാരാ, ഭയാനകരമായ ചരിത്രമാണ് പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബനി ഇസ്രായേലിലെ ആ പ്രവാചകരോട് പറഞ്ഞ മരണവേദനയെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കൂല. അതുകൊണ്ട് ആ ഭയം ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരണമെന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നാലല്ല ഞങ്ങൾ പേടിക്കൂല എന്ന് പറഞ്ഞു. ആ പ്രവാചകർ അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി നമുക്കൊരു യാത്ര പോകാം, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ നമുക്കൊരു യാത്ര പോകാം. അവരെ കണ്ടുപോയത് എവിടെയാ? സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കാന മനുഷ്യരെ അടക്കം ചെയ്തിരിക്കുന്ന ഒരുപാട് കബറുകളുള്ള ഒരു ശ്മശാന ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരുപാട് പേരെ അടക്കം ചെയ്തിരിക്കുകയാണ്. ഒരുപാട് മയ്യത്തുകൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഈ ബനി ഇസ്രായേൽപ്പെട്ട പ്രവാചകർ തന്റെ അണികളെ കൊണ്ട് ചെല്ലുകയാണ്. മരണത്തിന്റെ വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലാതെ ഞങ്ങൾ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ ജനവിഭാഗത്തെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു കബറിന്റെ ഭാഗത്തേക്ക് അടുത്ത് ചെല്ലുകയാ. എന്നിട്ട് അവിടെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആ പുണ്യസ്ഥലത്ത് എന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. കൂടെ വന്ന ജനങ്ങൾക്കൊക്കെ ആവേശമായി അല്ലാഹുവിന്റെ ഒരു പ്രവാചകർ ചെയ്തു കൊടുത്ത കാര്യമാ. എന്റെ പ്രിയമുള്ള തമ്പാനങ്ങാടിയിൽ തടിച്ചുകൂടിയ ജനങ്ങളുടെ മനസ്സൊന്ന് തുറന്ന് അതിനകത്തിരിക്കുന്ന മ്ലേച്ഛതകൾ എടുത്ത് വലിച്ചെറിഞ്ഞ് പിശാച് കൂടുകൂട്ടിയിരിക്കുന്ന ആ മുഴുവൻ മണ്ടത്തരങ്ങളെയും വലിച്ചെറിഞ്ഞ് എന്നിട്ട്
എന്നിട്ട് ആ മരണത്തിന്റെ വേദനയൊന്ന് ലഘൂകരിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ പ്രവാചകർ കൊണ്ടുപോയതിന്റെ അണികളെ കൊണ്ടുപോയിട്ട് ആ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് ഒരു കബറിന്റെ അടുത്ത്. എന്നിട്ട് ആ വിശാലമായ ഖബർസ്ഥാനിൽ നിന്ന് ഒരു ഖബറിന്റെ ഭാഗത്ത് വന്നിട്ട് 2 കൈയും അങ്ങോട്ട് ഉയർത്തുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അഖ്രിജ് ലനാ ബഅദൽ അംബാത്. അല്ലാഹുവേ, കുറെ മരിച്ചവര് ഈ കബറിന്റെ അകത്തിരുന്ന് പുറത്തു കൊണ്ടുവരണ അല്ലാഹ്. ഒരു പ്രവാചകനാ ദുആ ചെയ്യുന്നത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കാറ് കബറുകളുടെ അരികിൽ പോയിരുന്നുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ അഖ്രിജ് ലനാ ബഅദൽ അംബാത്. മരണപ്പെട്ടു പോയ കുറെ മയ്യിത്തുകള് അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി കബറിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണ അല്ലാഹ്. ഹത്താ യുഖ്ബിറനാ അനിൽ മൗത്ത്, ഹത്താ യുഖ്ബിറനാ അനിൽ മൗത്ത്. മരണത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തരുന്നതിനു വേണ്ടി, മരണത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തരുന്നതിനു വേണ്ടി സുബ്ഹാനല്ലാഹ്. എന്റെ സഹോദരങ്ങളെ, ആ പ്രവാചകനങ്ങോട്ട് ദുആ ചെയ്തപ്പോ ഒരു ഖബറിന്റെ അകത്തിൽ നിന്ന് മണ്ണങ്ങോട്ട് മാറുകയാണ്. ഒരു ഖബറിന്റെ ഭാഗത്തിൽ നിന്ന് മണ്ണ് മാറുകയാ. ഇത് തൊലാറജുലും മിൻ ഖബരിഹി. ആ ഒരു ഖബറിന്റെ അകത്തിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാ. പ്രവാചകന്റെ ദുആയ, ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രവാചകന്റെ ദുആയ. മരണവേദനയുടെ ഭയാനകത മനസ്സിലാക്കാത്ത, വിശ്വസിക്കാത്ത തന്റെ ജനതയെ കൊണ്ടുപോലെ ഖബറിന്റെ അകത്തിൽ നിന്ന് ദുആ ചെയ്തൊരു മയ്യത്തിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാ. ആ ഖബറിന്റെ അകത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാ. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാ. ഇത് ഖബറിന്റെ അകത്തിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാ. ആ മനുഷ്യൻ ഇങ്ങനെ കറുത്ത് കരിവാളിച്ചിരിക്കുകയാണ്. വല്ലാത്ത കറുപ്പാട്, വല്ലാത്ത കറുപ്പാട്. ശരീരം വല്ലാതെ കറുത്തിരിക്കുകയാ. ജനങ്ങളെല്ലാവരും പ്രവാചകന്റെ കൂടെ വന്നവരൊക്കെ കറുത്ത് കരിവാളിച്ചുകൊണ്ട് ഖബറിന്റെ അകത്തിലും എഴുന്നേറ്റ് നിൽക്കുന്നു. ഭയാനകരമായ ആ കരിവാളിച്ച മനുഷ്യന്റെ മുമ്പിലേക്ക് ചെല്ലുകയാ. അപ്പോൾ ആ മയ്യത്ത് ചോദിക്കുകയാ, യാ ഹൗലാ മാതാ അറത്തും ഇലയ്യ, മാറത്തും ഇലയ്യ. എന്ത് ദേശമുണ്ടാ നിങ്ങൾ എന്റെ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് എന്റെ അരികിലേക്ക്